ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബ്രദർഹുഡിനെ കുറിച്ച് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് അവരുടെ മതരാഷ്ട്രവാദത്തെക്കുറിച്ച് ഒക്കെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ താങ്കൾ സംസാരിച്ചു. ഇതിപ്പോൾ ഞങ്ങൾ പോയി പ്രതിപക്ഷ നേതാവിനോട് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചാൽ വരുന്ന പ്രശ്നം എന്താണെന്നറിയോ? അദ്ദേഹം പറയും പോയി മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പറയും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴേ മുഖ്യമന്ത്രി തോന്നിയെന്ത് അല്ല, കോൺഗ്രസിൻ്റെ നയം എന്ത്? കോൺഗ്രസിൻ്റെ നയം ശരിയാണോ ഈ നിലയിൽ? ഇപ്പോൾ RSSൻ്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള BJP, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള വെൽഫെയർ പാർട്ടി, ഇങ്ങനൊരു സഹകരണമാകാമെങ്കിൽ RSSും BJPയുമായി പോലും കേരളത്തിലെ കോൺഗ്രസിന് സഹകരിക്കാം എന്നല്ലേ? അവരിപ്പോൾ സഹകരിക്കുന്നുണ്ടല്ലോ പലയിടങ്ങളിലും. അല്ല, കുറച്ചുകൂടി പരസ്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞ ആ നിലപാടിലാണോ ഇവർ നിൽക്കുന്നത്? ബ്രദർഹുഡിനെ കൊണ്ട് മടമതിൽ സുപ്രഭാതം പത്രം പോലും അതിശക്തമായി, ഇടതുപക്ഷം മാത്രമല്ല ഇതിനകത്ത് നിലപാട് സ്വീകരിക്കുന്ന ഈ വഖഫ് പോലെയുള്ള പ്രശ്നങ്ങൾ എല്ലാവരും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. എല്ലാവരും ഒന്നിച്ചാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് എന്ന് കരുതുന്ന സുപ്രഭാതം പത്രം പോലും അവരെല്ലാം അത്തരം നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി ഇടതുപക്ഷം അങ്ങനെയുള്ള പാർട്ടികളല്ല, അവർ അതിശക്തമായ എഡിറ്റോറിയൽ എഴുതി ഈ നീക്കത്തിനെതിരെ. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊടുത്താണോ നിൽക്കുന്നത്, അതോ ഇവർ മൗദൂദി പറഞ്ഞെടുത്താണോ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും നിൽക്കുന്നതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. നമ്മളിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിലാണ് നേരത്തെ പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസിന് വാളയാർ കടന്നാൽ ഒരു നിലപാട്, വാളയാറിനിപ്പുറം കേന്ദ്ര ഏജൻസികൾക്കൊപ്പം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നയങ്ങളെ പോലും ലംഘിക്കുന്ന വിധത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യങ്ങളിലാകെ മാറിയെന്നാണോ? അത് സ്വാഭാവികമായിട്ട് നമ്മൾ പല ഘട്ടങ്ങളിലും കാണുന്നുണ്ട്. അവർക്കും ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും. ഇപ്പോൾ ഉറപ്പുള്ള ഒരു സീറ്റിന് വേണ്ടി ഇവിടെ മത്സരിക്കാനായിട്ട് AICC സെക്രട്ടറി വന്നത് നമ്മുടെ ഓർമ്മയുണ്ടല്ലോ. അന്ന് രാജ്യസഭയിൽ 2 സീറ്റിൻ്റെ വ്യത്യാസമാണ് BJPക്കുള്ളത്. ഒരു നേരിയ ഭൂരിപക്ഷത്തിലൂടെ മാത്രം പോകുന്ന ഒരു സന്ദർഭത്തിൽ ആ സീറ്റ് BJPക്ക് തലകീർ വെച്ച് കൊടുത്തിട്ടാണ് ഇവിടെ മത്സരിച്ചത്. അനുഭവം അതെ, ആ രാജസ്ഥാനിൽ പിന്നെ BJP ജയിച്ചു. അത് നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ നിലപാടുകൾ എന്നുള്ളത് പല ഘട്ടങ്ങളിലും കോൺഗ്രസിൻ്റെത് ഇങ്ങനെയുള്ളതാണ്. അത് ജനങ്ങൾ ഇപ്പോൾ പഴയ പോലെ കോൺഗ്രസിൻ്റെ സമീപനം വിശ്വസിക്കുന്നില്ല. പാർലമെൻ്റൊക്കെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പിന്നെ അഖിലേന്ത്യാ സ്വഭാവത്തിൽ ചില നിലപാടുകൾ ജനങ്ങൾ സ്വീകരിച്ചെന്ന് വരും. പക്ഷേ കേരളത്തിൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർ ശക്തമായ ഒരു നിലപാട് കോൺഗ്രസിനെതിരെ സ്വീകരിക്കും. അതിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ഒരു തകർച്ചയാണ്. അത് കോൺഗ്രസിൻ്റെ പഴയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിക്കേണ്ടതാണ്. ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം ചെയ്യുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിനൊപ്പം പരസ്യ മുന്നണി ഉണ്ടാക്കുന്ന ഈ രീതി കോൺഗ്രസിനെ തന്നെ തകർക്കില്ലേ എന്ന് കോൺഗ്രസിൻ്റെ പഴയ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകളും കോൺഗ്രസിനകത്ത് ഇപ്പോഴും വിശ്വസിക്കുന്ന മതനിരപേക്ഷവാദികളും ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടതുണ്ട്. ഈ കോൺടെക്സ്റ്റിൽ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ഇങ്ങനൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വർദ്ധിച്ച സഹകരണം യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ആ പാർട്ടി അല്ലെങ്കിൽ ആ നേതൃത്വം എങ്ങനെയൊക്കെയാണ് അതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യഘട്ടങ്ങളിൽ മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നെ തുടർച്ചയായി ഭരണത്തിൽ നിന്ന് 9 വർഷം മാറി നിൽക്കുന്നു. അഖിലേന്ത്യാ തലത്തിൽ ഭരണത്തിൻ്റെ പങ്കാളിത്തമോ അതിന് പിന്തുണയ്ക്കുന്ന സംവിധാനമോ ഇല്ലാതെ നിൽക്കുന്നു. അങ്ങനെയൊന്നും മുസ്ലിം ലീഗിന് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടുകൂടിയായിരിക്കാം ഇപ്പോൾ അവരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ UDFും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാലമായി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ചർച്ചകൾ നേതൃത്വം നൽകിയെന്നുള്ളതാണ്. അതെ, അവരാണ് ഇപ്പോൾ ഇതിൻ്റെ പാലമായി. അത് ആ പാർട്ടിക്ക് ഗുണകരമായിട്ടുള്ളൊരു നിലപാടായി തോന്നിയിട്ടുണ്ട്. അതാണല്ലോ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട സംഘടനകൾ തന്നെ. ഇപ്പോൾ സുപ്രഭാതം പത്രം ഇത്ര ശക്തമായൊരു എഡിറ്റോറിയൽ അവരെഴുതിയല്ലോ. ദേശാഭിമാനിയോ അല്ലെങ്കിൽ കൈരടിയോ എന്നല്ല, സുപ്രഭാതമാണ് ഏറ്റവും ശക്തമായ എഡിറ്റോറിയൽ എഴുതിയത്. അതുപോലെ ഈ വിഭാഗം മറ്റ് സംഘടനകൾ അവരൊന്നും ഇത്തരത്തിലുള്ള ഒരു വിഭജനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം, ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാട് അതിനൊന്നും അവർ അംഗീകരിക്കുന്നേയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കും മതനിരപേക്ഷവാദികൾക്കോട് പൊതുവായ ബന്ധമുണ്ട്. അതിനെ ആകെ തകർക്കാൻ നടത്തുന്ന ശ്രമം ഇവരുടെ രാഷ്ട്രീയം, ഇവരുടെ പ്രത്യയശാസ്ത്രം അറിയാവുന്ന ആളുകൾ അതിനകത്തെല്ലാം നന്നായിട്ടുണ്ട്. അവരെല്ലാവരും എനിക്ക് തോന്നുന്നു ലീഗിൻ്റെയും ഈ UDFിൻ്റെയും ബന്ധത്തിനെതിരെയുള്ള നിലപാട് കൂടി സ്വീകരിക്കും. ഇത് ചോദിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു മറുപടിയോ അല്ല തിരിച്ചു ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ PDP LDFിനെ പിന്തുണയ്ക്കുന്നതിൽ അപാകതയില്ല അല്ലേ എന്ന തരത്തിലാണ്. ഇപ്പോൾ നമ്മൾ PDPയെ കുറിച്ചൊന്നും അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ആരെങ്കിലും തുല്യമായി സംസാരിക്കുന്നുണ്ട്. ഈ ജമാഅത്ത് ഇസ്ലാമി ഒരു അന്തർദേശീയ സ്വഭാവമുള്ള സംഘടന, ഒരു മതരാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടന.
നേരത്തെ പറഞ്ഞ പോലെ നിരവധി രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ട ഭീകരവാദ രൂപങ്ങളിലൂടെ ഇസ്ലാമിക നിലപാടിലേക്ക് എത്തിക്കണം എന്ന് ശ്രമിക്കുന്ന ബ്രദർഹുഡിനെ വരെ കേരളത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നൊരു സംഘടന. അങ്ങനെ ഒരു സംഘടനയുമായിട്ട് ഇവർ എല്ലാവർക്കും കുറേ തെരഞ്ഞെടുപ്പുകളെ പിന്തുണയ്ക്കാറുണ്ട്. ഒരു കാലത്ത് അവർ വളരെ തെറ്റായ നിലപാടുകളിലായിരുന്നു. അതിനെല്ലാം അന്ന് തന്നെ ശക്തമായി എതിർക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു റെലവൻ്റായ വിഷയമേ അല്ല. ഇത് ബോധപൂർവം ഇത് ലിക്വിഡേറ്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തുമ്പോൾ തങ്ങൾ ചെയ്യുന്ന ഈ വലിയ പാതകം കേരളത്തെ ഒരു മതഭീകര രാഷ്ട്രവാദികൾക്കൊപ്പം UDF-നോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പാതകം, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നടത്തുന്ന വളരെ ദുർബലമായൊരു നീക്കം മാത്രമാണ്. ഇപ്പം അതിൻ്റെ DNA ഒന്നും ഇപ്പോൾ ആരും തിരയാൻ പോകേണ്ട കാര്യമില്ലല്ലോ ഈ ഘട്ടത്തിൽ.